ജനറൽ വെക്റ്റർ സ്പേസസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് മെൻ ബൈ കോർഡിനേറ്റ്സ് ഓഫ് എ വെക്റ്റർ വിത്ത് റെസ്പെക്ട് ടു എ ബേസിസ്. ഇത് പഠിക്കാനായിട്ട് നമുക്ക് ആദ്യം ചില റിസൾട്ടുകളുടെ ആവശ്യമുണ്ട്. സോ അങ്ങനെയുള്ളൊരു റിസൾട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. So, uniqueness of basis representation. If S is equal to V1, V2, etc. Vn is a basis for a vector space V, then every vector V in capital V can be expressed in the form vector V is equal to C1 V1 plus C2 V2 plus etc. plus Cn Vn in exactly one way. So, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് S is equal to V1, V2, etc. Vn is a basis for V. ബേസിസ് ആകുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം. ഒന്നാമത്തെ കാര്യം S എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം S will span V. സോ യു ടേക്ക് എനി വെക്റ്റർ V ഫ്രം ക്യാപിറ്റൽ V. നമുക്കതിനെ എസ്സിലുള്ള എലമെൻസിൻ്റെ, അതായത് V1, V2, etc. Vnൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. V is equal to C1 V1 plus C2 V2 plus etc. plus Cn Vn. പക്ഷെ ഇത്രയും കാര്യം പറയാനായിട്ട് നമുക്ക് S ഒരു ബേസിസ് ആണെന്നുള്ള കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടെ എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്ന കാര്യം, ഇത് നമുക്ക് ഒരേ ഒരു രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇഫ് യു റൈറ്റ് V ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് V1, V2, etc. Vn, ദ സ്കെയിലാസ് ഹിയർ ആർ യുണീക്ക്. V1ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു C1 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇതിൻ്റെ വാല്യൂ മാറാൻ പറ്റില്ല. അതുപോലെ V2ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഒരേ ഒരു വാല്യൂവേ നമുക്ക് C2വിന് കിട്ടുള്ളൂ. അതുപോലെ Vnൻ്റെ കോഎഫിഷ്യൻ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് Cnന് ഒരേ ഒരു വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. സോ നമുക്കിത് പ്രൂവ് ചെയ്യാം. ലെറ്റ് S is equal to V1, V2, etc. Vn be a basis for the vector space V. അപ്പോൾ ബേസിസ് ആകുമ്പോൾ നമുക്കറിയാം S will span V. And let vector V element of capital V be arbitrarily chosen. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ V ഈക്വൽ ടു സ്പാൻ ഓഫ് S ആണ്. S will span V. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം there exist scalars C1, C2, etc. Cn such that vector V is equal to C1 V1 plus C2 V2 plus etc. plus Cn Vn. ഇനി നമുക്ക് കാണിക്കേണ്ടത് ഇത് ഒരേ ഒരു രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് vector V can also be expressed as d1 v1 plus d2 v2 plus etc. plus dn vn. സോ നേരത്തെ നമ്മൾ വെക്റ്റർ V എന്നുള്ളതിനെ C1 v1 plus C2 v2 plus etc. plus Cn vn എഴുതി. ഇപ്പോൾ അതിനെ തന്നെ d1 v1 plus d2 v2 plus etc. plus dn vn എന്ന് എഴുതിയിരിക്കണം. സോ ഈ രണ്ട് ലീനിയർ കോമ്പിനേഷൻസും വെക്റ്റർ Vയെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. സോ ദാറ്റ് വി ഹാവ് both of them are equal. C1 v1 plus etc. plus Cn vn equal to d1 v1 plus etc. plus dn vn. Now നമ്മൾ RHSനെ രണ്ട് സൈഡിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ we will get C1 minus d1 times v1 plus C2 minus d2 times v2 plus etc. plus Cn minus dn times vn equal to vector 0. ഇവിടെ ഈ വെക്റ്റർ 0 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ V എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിലെ അഡീഷൻ്റെ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് S ഈസ് എ ബേസിസ്. സോ V1, V2, etc. Vn ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയുമ്പോൾ വി ഹാവ് ആൽഫ 1 വെക്റ്റർ V1 പ്ലസ് etc. പ്ലസ് ആൽഫ n വെക്റ്റർ Vn equal to 0 implies alpha 1 equal to alpha 2 equal to etc. alpha n ഇവരെല്ലാം 0 ആണ്. ലീനിയർ ഇൻഡിപെൻഡൻസിൻ്റെ ഡെഫിനേഷനാണിത്. അപ്പോൾ ഇവിടെ ആ ഫോമിലാണ് നമ്മുടെ കയ്യിലുള്ളത്. ആൽഫ 1ന് പകരം C1 മൈനസ് D1, ആൽഫ 2ന് പകരം C2 മൈനസ് D2 etc. So we have linearly independence implies that C1 minus D1 equal to 0, C2 minus D2 equal to 0, etc. Cn minus Dn equal to 0. Means C1 equal to D1, C2 equal to D2, etc. Cn equal to Dn. So V1ൻ്റെ കോഎഫിഷ്യൻ്റ് രണ്ട് എക്സ്പ്രഷനിലും സെയിം തന്നെയാണ്.
അതുപോലെ V2-ൻ്റെ കോഎഫിഷ്യൻറ്റ് ഒരു എക്സ്പ്രഷനിൽ C2 ആണ്, മറ്റേ എക്സ്പ്രഷനിൽ D2 ആണ്. ആൻഡ് ബോത്ത് ഓഫ് ദം ആർ ഈക്വൽ. അങ്ങനെ എല്ലാ കോഎഫിഷ്യൻസും സെയിം തന്നെയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ എക്സ്പ്രഷൻ ഫോർ V ഈസ് യുണീക്ക്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്ന കാര്യം. പിന്നെ നമുക്ക് കോർഡിനേറ്റ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാം. If S is equal to V1, V2, etc. Vn is a basis for a vector space V, and vector V is equal to C1 V1 plus C2 V2 plus etc. plus Cn Vn is the expression for a vector V in terms of the basis S, then the scalars C1, C2, etc. Cn are called coordinates of V. ഇപ്പോൾ തൊട്ട് മുമ്പത്തെ തിയറത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, എസ് ഒരു ബേസിസ് ആണെങ്കിൽ യു ടേക്ക് എനി വെക്റ്റർ വി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ വി, യു ക്യാൻ എക്സ്പ്രസ് വെക്റ്റർ വി ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് V1, V2, എക്സെട്ര Vn ഇൻ എ യുണീക്ക് വേ. അപ്പോൾ അവിടെ വരുന്ന സ്കെയിലാർ C1, C2, എക്സെട്ര Cn അവരെയാണ് നമ്മൾ കോർഡിനേറ്റ്സ് ഓഫ് വെക്റ്റർ വി റിലേറ്റീവ് ടു ദ ബേസിസ് എസ് എന്ന് വിളിക്കുന്നത്. കോർഡിനേറ്റ്സ് ഓഫ് വെക്റ്റർ വി റിലേറ്റീവ് ടു ദ ബേസിസ് എസ്. So the vector C1, C2, etc. Cn in Rn constructed from these coordinates is called the coordinate vector of vector V relative to S, and it is denoted by, നമുക്കിനി വെക്റ്റർ വി എന്ന് എഴുതുന്നതിന് പകരം ഒരു ബേസിസ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെക്റ്റർ വി എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് C1, C2, etc. Cn എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ഐ എം ടേക്കിംഗ് V ആസ് R3. ദെൻ നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് നമ്മൾ എടുക്കുന്നത് എന്ന് കരുതുക. സോ 1 0 0 0 1 0 ദെൻ 0 0 1 ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആൻഡ് ഐ ഹാവ് ടേക്കൺ വെക്റ്റർ വി ആസ് 2 3 4. സോ നമുക്ക് ഈ വെക്റ്റർ വി എന്നുള്ളതിനെ 2 times 1 0 0 plus 3 times 0 1 0 plus 4 times 0 0 1 എന്ന് എഴുതാം. സോ ഇവിടെ കോർഡിനേറ്റ്സ് കോഎഫിഷ്യൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അഗെയിൻ 2 3 4 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് വെക്റ്റർ വി വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റാൻഡേർഡ് ബേസിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 3 4. ഇത് തന്നെയാണ് നമ്മൾ വെക്റ്റർ വി ആയിട്ട് എടുത്തിരുന്നത്. ഇനി ഞാൻ ഈ സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി എന്ന് വിചാരിക്കാം. സപ്പോസ് ഐ ആം ടേക്കിംഗ് സ്റ്റാൻഡേർഡ് ബേസിസ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്, പക്ഷേ ഇത് എഴുതുന്ന ഓർഡർ ഞാനൊന്ന് മാറ്റി. 1 0 0 0 0 1 ദെൻ 0 1 0. ഇപ്പോൾ എനിക്ക് ഈ 2 3 4 എന്ന് പറയുന്ന വെക്റ്ററിനെ തന്നെ ഈ ബേസിസിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ 2 times 1 0 0 plus 3 times 0 not 3 times 4 times 0 0 1 plus 3 times 0 1 0. ഇപ്പോൾ ഞാൻ കോഎഫിഷ്യൻസ് എടുത്തു കഴിഞ്ഞാൽ 2 4 3. So we can say that vector v with respect to this basis is equal to 2 4 3. അപ്പോൾ നേരത്തെ കിട്ടിയത് 2 3 4 ആണ്, ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 2 4 3 ആണ്. സോ ഒരേ വെക്റ്ററിനെ തന്നെ നമ്മൾ ബേസിസിലെ എലമെൻസിൻ്റെ ഓർഡർ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോർഡിനേറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഒരേ ബേസിസ് തന്നെ ബേസിസിലെ വെക്റ്റേഴ്സിൻ്റെ ഓർഡർ മാറ്റുമ്പോൾ തന്നെ കോർഡിനേറ്റ്സ് മാറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബേസിസ് മാറുമ്പോഴും ആ കോർഡിനേറ്റ്സ് മാറുന്നുണ്ടാവും. സോ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, ഒരു വെക്റ്റർ ആ വെക്റ്ററിൻ്റെ കോർഡിനേറ്റ്സ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ബേസിസ് and it depends on the order in which the vectors are written in the basis. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് നമ്മൾ അടുത്ത ഒരു കൺസെപ്റ്റിലേക്ക് പോവുകയാണ്, ഓർഡേർഡ് ബേസിസ്. ഇപ്പം നമ്മൾ കണ്ടു ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ബേസിസ് വെക്റ്റേഴ്സ് വിൽ നോട്ട് ചേഞ്ച് ദ ബേസിസ്. ഞാൻ നേരത്തെ എഴുതിയ രണ്ട് ബേസിസുകളും സ്റ്റാൻഡേർഡ് ബേസിസ് തന്നെയായിരുന്നു, but it will change the coordinates of the vector. It will change the coordinates of each vector. So to avoid this, we define an ordered basis to be one in which the listing order of the basis vectors remains fixed. In all discussions involving coordinate vectors,
we will assume that the underlying basis is ordered even though we may not say so explicitly. അതായത് ഇനി അങ്ങോട്ട് കോർഡിനേറ്റ്സിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന എല്ലാ ഭാഗത്തും നമ്മൾ എടുക്കുന്ന ബേസിസുകളെല്ലാം ഓർഡേർഡ് ബേസിസ് ആണ്. ദ ഓർഡർ ഓഫ് ലിസ്റ്റിംഗ് മാറ്റേഴ്സ്. ഓക്കെ, നൗ നമുക്ക് എക്സാമ്പിൾസ് കാണാം. കോർഡിനേറ്റ്സിന് എക്സാമ്പിൾസ്. ഇൻ R3 the expression for the vector ABC as a linear combination of the standard basis I, J, K means 1 0 0 0 1 0 0 0 1 is vector V can be written as A times I plus B times J plus C times K. So the corresponding coordinates are ABC itself. ABC itself. Now അടുത്തതായിട്ട് നമ്മൾ ഫൈൻഡ് ദ കോർഡിനേറ്റ് വെക്റ്റർ ഓഫ് ബി ഈക്വൽ ടു 2x2 മെട്രിക്സ് എ ബി സി ഡി റിലേറ്റീവ് ടു ദ സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ M22. നമുക്കറിയാം M22 എന്ന് പറഞ്ഞാൽ ദ സ്പേസ് ഓഫ് ഓൾ 2x2 മെട്രിസസ്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. 1 0 0 0 0 1 0 0 0 0 1 0 0 0 0 1. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ്. ഞാൻ അതിനെ ഈ ഓർഡറിൽ തന്നെയാണ് എടുക്കുന്നത്. So I can write B, capital B, which is equal to the 2x2 matrix ABCD as A times 1 0 0 0 plus B times 0 1 0 0 plus C times 0 0 1 0 plus D times 0 0 0 1. So the corresponding coordinates are A, B, C, D. ഇതേ ഓർഡറിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കാം. 0 1 0 0 0 0 1 0 0 0 0 1 then 1 0 0 0. ഈ ഓർഡറിലാണ് ഞാൻ ഈ ബേസിസിനെ എഴുതുന്നതെങ്കിൽ then the coordinates will be B, C, D, A. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെക്റ്റർ 5 -1 9 റിലേറ്റീവ് ടു ദ ബേസിസ് S is equal to V1 V2 V3. ഇവിടുത്തെ ഓർഡർ ഇതാണ്. V1 V2 V3 where V1 is 1 2 1, V2 is 2 9 0 and V3 is 3 3 4. സോ ഇത് ബേസിസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ബേസിസ് ആകുമ്പോൾ എന്തായാലും വെക്റ്റർ വി എ നമുക്ക് V1 V2 V3യുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. സോ വി ആർ റൈറ്റിംഗ് 5 -1 9 ആസ് C1 V1 plus C2 V2 plus C3 V3. Now V1 V2 V3 ആരാണ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഹാവ് C1 times 1 2 1 plus C2 times 2 9 0 plus C3 times 3 3 4 equal to 5 -1 9. Then നമ്മൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണു, അഡീഷൻ ചെയ്യണു. So we will get C1 plus 2C2 plus 3C3. There is a printing mistake here. 2C2 plus 3C3. Then the second coordinate will be 2C1 plus 9C2 plus 3C3. Then the third coordinate will be C1 plus 0C2 plus 4C3 equal to 5 -1 9. ഇവിടെ നിന്ന് നമുക്ക് 3 ലീനിയർ ഇക്വേഷൻസ് കിട്ടും in 3 unknowns C1 C2 C3 and the equations are C1 plus 2C2 plus 3C3 equal to 5. Then 2C1 plus 9C2 plus 3C3 equal to -1. Then the next one is C1 plus 4C3 equal to 9. So we have a system of 3 linear equations in 3 unknowns. നമുക്കിതിനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാനായിട്ട് ഞാനിതിനെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതുകയാണ്. So I have 1 2 1 2 9 0 3 3 4 times C1 C2 C3 equal to 5 -1 9. ഇനിയിപ്പോൾ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് R3യുടെ ഒരു ബേസിസ് ആണ് V1 V2 V3 എന്ന്. സോ V1 V2 V3യുടെ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ മെട്രിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ദിസ് മെട്രിക്സ്, ഞാനിപ്പോൾ ഇതിനെ എ എന്ന് വിളിക്കുകയാണെങ്കിൽ എ ഈസ് ഇൻവെർട്ടിബിൾ. നമുക്ക് ബേസിസ് ആകുമ്പോൾ എ ഇൻവെർട്ടിബിൾ ആയിരിക്കും. എ ഇൻവെർട്ടിബിൾ ആണ് എന്ന് പറയുമ്പോൾ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഐ ക്യാൻ റൈറ്റ് C1 C2 C3 ഈസ് ഈക്വൽ ടു
1 2 1 2 9 0 3 3 4 ഇൻവേഴ്സ് ഓഫ് 5 മൈനസ് 1 9. അപ്പം ഇനി നമുക്ക് ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണണം. നിങ്ങൾ സ്വയം കണ്ടുപിടിച്ച് നോക്കണം. സോ ദ ഇൻവേഴ്സ് വിൽ ബി minus 36 5 9 8 minus 1 minus 2 21 minus 3 minus 5 times 5 minus 1 9 is equal to, multiplication ചെയ്താൽ we will get 1 minus 1 9. So we get C1 equal to, we have C1 is equal to 1, C2 is equal to minus 1 and C3 is equal to 2. Means the coordinates of the vector 5 minus 1 9 with respect to the basis S, നമുക്ക് തന്നിരിക്കുന്ന ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 1 മൈനസ് 1 2 ആണ്. ഓക്കെ, so the coordinates are 1 minus 1